ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ റെയിൻബോ ടാരോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കളക്റ്റീവിന് എന്താണ് ഹീൽ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഇത് ഷഫിൾ ചെയ്ത ഡെക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഡെക്കിലെ കാർഡ് നോക്കാം. ഷീ വൂൾഫ്, അൺലീഷ് ദ വൈൽഡ് വിത്തിൻ. സോ ഈ കാർഡ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള റെബല്യസ് പാർട്ട്, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ഒരു സൈഡ്, മറ്റാർക്കും നമ്മളധികം കാണിക്കാത്ത, അതായത് എല്ലാവരുടെ ഉള്ളിൽ ഒരു വൈൽഡ് സൈഡ് ഉണ്ടാവും. അത് ചിലപ്പോൾ പോസിറ്റീവായിരിക്കാം, ചിലത് ഡിസ്ട്രക്റ്റീവ് ആയിരിക്കാം. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആ വൈൽഡ് സൈഡ്, ഒരു അൺഫിൽറ്റേർഡ് സൈഡ്, അത് പുറത്തെടുക്കേണ്ട സമയം. നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെക്കാട്ടിലും വീക്കായിരിക്കും. നിങ്ങളെ ഫാമിലി ആയിരുന്നാലും, ഫ്രണ്ട്സ് ആയിരുന്നാലും, അതുപോലെ തന്നെ കൊളീഗ്സ് ആയിരുന്നാലും. പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെയോ മാജിക്കൽ പവേഴ്സ് ഉണ്ട്. മാജിക്കൽ പവേഴ്സ് എന്ന് പറയുമ്പോൾ അത് ക്ലീഷയായിട്ട് കാണണ്ട. അത് നിങ്ങൾക്ക് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ഒരുപാട് ചാനൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ റിയാലിറ്റീനെ മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങളെ റിബല്യസ് സൈഡ് പുറത്തെടുക്കേണ്ട സമയമായി, ആ എനർജറ്റിക് സൈഡ്. പിന്നെ വൂൾഫ് മാജിക് ബിഗിൻസ് നൗ എന്ന് പറയുന്ന സ്വിച്ച് വേർഡ് പറയുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇവിടെ വൂൾഫിൻ്റെ എനർജി വളരെ ഇതാണ്. വൂൾഫ് ഒരു മാജിക്കൽ ക്രീച്ചറാണ്, അതുപോലെ തന്നെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ക്രീച്ചറാണ്. ബട്ട് എപ്പോഴും പാക്സിലാണ് പോകുന്നത്, ഒരു കൂട്ടത്തോടെയാണ് നിൽക്കുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവും വൂൾഫിനുണ്ട്. അപ്പോൾ കൂട്ടത്ത് നിന്നുകൊണ്ട് തന്നെ വേറിട്ട് നിൽക്കുക, വ്യത്യസ്തമായിട്ട് നിൽക്കുക. അതാണ് ഈ കാർഡിൻ്റെ ഒരു മെയിൻ മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹീൽ ചെയ്യേണ്ടത് നിങ്ങളുടെ വൈൽഡ് സൈഡാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കുന്ന, മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് മറച്ചു വെക്കുന്ന നിങ്ങളുടെ ചില ട്രെയ്റ്റ്സുകളുണ്ട്, നിങ്ങളെ ചില യുണീക്ക് ആയിട്ടുള്ള ചില ഇതുകളുണ്ട്. അപ്പോൾ അതൊക്കെ പുറത്തെടുക്കേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങളെ ഫുള്ളി എംബ്രേസ് ചെയ്യണം, നിങ്ങളെ ഫുള്ളി എക്സ്പ്രസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങളുടെ ചെറിയ ചെറിയ ചില ആസ്പെക്ട്സ് നിങ്ങളെ ചുറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടാവില്ലായിരിക്കും. കാരണം അവർ ആ വൈബ്രേഷനിലല്ല നിൽക്കുന്നത്, നിങ്ങളെ വൈബ്രേഷൻ അതിലും കൂടുതലായിരിക്കും. അപ്പോൾ അത് പുറത്ത് കൊണ്ടുവരാം, അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത്. അതിനെ എങ്ങനെ പുറത്ത് കൊണ്ടുവരിക, അതിനെ എങ്ങനെ പരിപോഷിക്കുക, അതെല്ലാം നിങ്ങളുടെ ജോലിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.